Sand type thing really put it on the feet of the base of this. This belongs to the this is basically and happens to be one of the they're having something like 12 tubs in Guava itself. And there are parties who install stuff. So if somebody wants to install a tub, this is totally Those who are on the ground, kindly join us for the function. It's my pleasure to welcome you all to the closing ceremony of Viswas Cricket League 2022 Season 1. Before we begin our program today, let's pay a tribute to the legends who left us during the COVID-19 pandemic by observing silence for 1 minute. Now, I request Sri Shivkumare, General Secretary Viswas, to accompany today's guests to the dais with all your permission. Padma Vibhushan, Dr. G. Madhavan Nair, former Secretary, DOS Chairman ISRO. Sri Dr. Y. V. N. Krishnamurthy, Registrar IIST. Sri Krishnakumar TK, President Viswas. We commence today's program by invoking the blessings of Almighty. May I please call upon Srimati Lakshmi S. to render the prayer. I would now like to request Sri Krishnakumar TK, President Viswas, to deliver the welcome address. വേദിയെ അലങ്കരിക്കുന്ന ആദരണീയരായ മുൻ ഇസ്രോ ചെയർമാൻ ജി മാധവൻ നായർ അവർ, IAST രജിസ്ട്രാർ ഡോക്ടർ YVN കൃഷ്ണമൂർത്തി,
അവർ ഇന്ന് ഇവിടെ സമാപിച്ച വിശ്വാസ് ക്രിക്കറ്റ് ലീഗ് സീസൺ 1 എല്ലാം ആയ വിശ്വാസ് ജനറൽ സെക്രട്ടറി ശിവകുമാർ, സദസ്സിനെ അലങ്കരിക്കുന്ന ഇന്നത്തെ ഈ സമാപന ചടങ്ങിലെ മുഖ്യ ആകർഷണങ്ങളായി മാറിയ ക്രിക്കറ്റ് കളിക്കാർ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങളെ ഏവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മുഖ്യ ദൗത്യം. എന്നാൽ വിശ്വാസ് പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സംഘടനയെക്കുറിച്ച് 2 വാക്ക്. 41 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ VK, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ VK സുകുമാരനാർ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് മലയാള സിനിമയുടെ എക്കാലത്തെയും അമ്മയായ ആറന്മുള പൊന്നമ്മ ഭദ്രദീപം കൊളുത്തി ഈ സംഘടനയ്ക്ക് ജന്മം നൽകി. തദവസരത്തിന് ആദരണീയായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ മൈനീയ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്ന് 41 വർഷം പിന്നിടുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ 1397 അംഗങ്ങളുള്ള ഒരു വലിയ സാംസ്കാരിക സംഘടനയായിട്ടാണ് ഇന്ന് നിൽക്കുന്നത്. കലയെ പ്രോത്സാഹിപ്പിക്കുക, കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സംഘടനയുടെ മുഖ്യ ലക്ഷ്യം. പലരും അവരുടെ ആരംഭകാലത്ത് ഇതിൻ്റെ വേദികൾ ആവോളം ഉപകാരപ്പെടുത്തി അവരവരുടെ ഫീൽഡിൽ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരുന്നുണ്ട്. ഞാൻ അവരുടെ പേരൊക്കെ അന്നത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞാണ്, ഞാനിപ്പോൾ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ദൃശ്യമാധ്യമങ്ങളുടെ അതിപ്രസരത്താൽ അന്യം നിന്ന് പോയിട്ടുള്ള നിരവധി കലാരൂപങ്ങൾ നമ്മളെ ചുറ്റുമുണ്ട്. നാടകം പോലുള്ള കലാരൂപങ്ങൾ കാണാൻ പോലും ആരുമില്ല. എത്രയോ നാടകങ്ങൾക്ക് അരങ്ങേറ്റത്തിന് വേദി കൊടുത്തത് വിശ്വാസമാണ്. 5 വർഷം മുമ്പേ കേരള നാടക അക്കാദമിയുടെ 11 അവാർഡുകൾ നേടി എക്കാലവും റെക്കോർഡിട്ട മധുരയിലക്കനി എന്ന നാടകം അക്ഷരജ്വാല തിയേറ്റേഴ്സിൻ്റെ അരങ്ങേറ്റുന്ന വിശ്വാസമാണ് വേദി കൊടുത്തത്. കലയോടൊപ്പം തന്നെ മറ്റ് പല പ്രവർത്തനങ്ങൾക്കും, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വിശ്വാസ് അതിന് നേതൃത്വം നൽകുന്നുണ്ട്. 2 പ്രളയങ്ങളെ അതിജീവിച്ച ആണ് കേരളം. 2 ട്രക്ക് നിറച്ചും നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങളും വിശ്വാസം അത് ശേഖരിച്ച് അന്നത്തെ PSC ഡയറക്ടറായിരുന്ന സോമനാഥ് സാറിൻ്റെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് ചെയ്തത്. അത് എത്തിക്കേണ്ട കരങ്ങൾ ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു, എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ട കരങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾ എന്നും അഭിമാനപൂർവ്വം ഓർക്കുന്നൊരു കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ നമ്മളാലാകുന്ന ഒരു കൈത്താങ്ങ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ കൊടുത്തിരുന്നു. എല്ലാ വർഷവും മെറിറ്റ് അവാർഡ് ദാന ചടങ്ങ് നടത്താറുണ്ട്. സംഘടനയുടെ അംഗങ്ങളുടെ മികച്ച കുട്ടികൾക്ക് മെറിറ്റ് അവാർഡ് നൽകി നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് കോവിഡ് കാരണം യാതൊരു പ്രവർത്തനവും നടന്നിട്ടില്ല. അങ്ങനെ അംഗങ്ങൾക്ക് വേണ്ടി ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ ഈ ക്രിക്കറ്റ് ലീഗിലേക്ക് വഴി തെളിച്ചതും ഈ ക്രിക്കറ്റ് ലീഗിലൂടെ കണ്ടക്ട് ചെയ്യാൻ സാധിച്ചതും. അടുത്തതായി ഞാൻ എൻ്റെ മുഖ്യ ദൗത്യത്തിലേക്ക് കിടക്കട്ടെ. വേദിയിലിരിക്കുന്ന ആരെയും തന്നെ, ഈ കൂടിയിരിക്കുന്ന ആർക്കും തന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല. എന്നാൽ കൂടും ഒരു ഔപചാരികയുടെ പേരിൽ ഞാൻ അത് ചെയ്യുകയാണ്. സാർ 66 കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് നിന്ന് BSc എഞ്ചിനീയറിംഗിന് ശേഷം ബാർ സ്കൂൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം BSc ജോയിൻ ചെയ്തു. പടിപടിയായി ഉയർന്ന് PDPSLV ILVP ഡയറക്ടർ എന്ന പോസ്റ്റുകൾ അദ്ദേഹം വഹിച്ചു. 95 അദ്ദേഹം LPSc ഡയറക്ടറായി. 99 BSc ഡയറക്ടർ. 2003 ചെയർമാൻ ഇസ്രോ. അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഭാരത സർക്കാർ അദ്ദേഹത്തിന് 1998 പത്മഭൂഷണം, 2009
പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. നിരവധി അവാർഡുകളും പ്രശസ്തി പത്രങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നിരവധി ഓണററി ഡോക്ടേഴ്സ് IIT ബോംബെ, IIT ഖരഗ്പൂർ അടക്കം നിരവധി യൂണിവേഴ്സിറ്റീസ് അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട്. നിരവധി പ്രൊഫഷണൽ ബോഡീസിൽ അദ്ദേഹം വളരെക്കാലം ചെയർമാനായിരുന്നിട്ടുണ്ട്. ഇന്നും അദ്ദേഹം ഓണററി ലൈഫ് മെമ്പറാണ്. അതിൻ്റെ ഇസ്രയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെ മികച്ച മുന്നേറ്റം. LPS ഡയറക്ടറായി അദ്ദേഹം ഇരിക്കുമ്പോഴാണ് ക്രയോജനിക് വികസനത്തിലുള്ള തദ്ദേശീയമായിട്ടുള്ള ക്രയോജനിക് വികസനത്തിലുള്ള അടിത്തറ പാകുന്നത്. അദ്ദേഹം വിഭാവനം ചെയ്ത ഹ്യൂമൻ സ്പേസ് പ്രോഗ്രാമാണ് ഇന്ന് ഗഗൻയാൻ പ്രോജക്റ്റായി ഇന്ത്യയുടെ ഒരു അഭിമാന പദ്ധതിയായിട്ട് രൂപം കൊണ്ടിട്ടുള്ളത്. 25-ൽ പരം ദൗത്യങ്ങൾക്ക് അദ്ദേഹം വിജയകരമായി നേതൃത്വം കൊടുത്തു. അതിൽ ചന്ദ്രയാൻ പോലുള്ള വളരെ ലോകത്ത് തന്നെ വളരെ പ്രശസ്തി നേടിയ പല ദൗത്യങ്ങളുടെയും എല്ലാ ദൗത്യങ്ങളുടെയും എല്ലാത്തിൻ്റെയും ചുമതല ഇദ്ദേഹത്തിന് തന്നെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് വിജയകരമായി നടപ്പാക്കിയ ടെലിമെഡിസിൻ, എഡ്യൂസാറ്റ് എന്നിവ, അതായത് വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് പോലും കുട്ടികൾക്കും രോഗികൾക്കും അവർക്ക് വേണ്ടുന്ന സഹായം ലഭിക്കത്തക്കമുള്ള പദ്ധതികളായിരുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മാത്രമല്ല മുന്നേറ്റം ഈ സ്ഥാപനത്തിലെ ജീവനക്കാരെ സംബന്ധിച്ചോളം ഇത്രയും അധികം ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു കാലഘട്ടവും മുമ്പുമില്ല, നാളെ ഇതുവരെയില്ല, ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് അദ്ദേഹം ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുത്തത്. നമ്മൾ എല്ലാവരും അദ്ദേഹമായിട്ട് കടപ്പെട്ടവരായിരിക്കണം. ഇതെല്ലാം ഇനി വരുന്ന ആൾക്കാരും ഇതെല്ലാം തന്നെ അനുഭവിക്കാൻ പോകുന്ന ആൾക്കാരാണ്. ഇനി ചേരുന്ന ആൾക്കാർക്ക് വരെ അതിൻ്റെ പ്രയോജനങ്ങൾ കിട്ടും. ഭാരതത്തിൻ്റെ തന്നെ അഭിമാനമായ ഈ ഏകഛത്രാധിപതിയെ, ഭാരത കേസരിയെ നമുക്കെല്ലാവർക്കും ഹർഷാരവത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി ഇവിടെ നമ്മുടെ ക്ഷണം അനുസരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ YVN കൃഷ്ണപ്രസാദ് സാറിനെ ഈ ചടങ്ങിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം ഇസ്രോ ഫോമർ സയൻറ്റിഫിക് സെക്രട്ടറിയും ഫോമർ ഡയറക്ടർ NRSയുമാണ്. ഇതിൻ്റെ ലീഗ് അടിസ്ഥാനത്തിൽ പ്രീ ക്വാർട്ടർ മത്സരം നടക്കുന്ന സമയത്ത് അദ്ദേഹവും മിസ്സുമായിട്ട് വന്നിരുന്നു. ഒരു കളിയുടെ ഉദ്ഘാടകനും ടീം ഇൻട്രൊഡക്ഷനും അവാർഡ് ദാനമൊക്കെ നടത്തിയിട്ടാണ് പോയത്. അദ്ദേഹം വീണ്ടും ഇതിന് വരിക എന്നുള്ളത് അദ്ദേഹത്തിന് ഈ ടൂർണമെൻറ്റുമായിട്ട് എത്രമാത്രം അടുപ്പം കാണിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഫാമിലിയായിട്ട് ഇന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഖ്യ ആകർഷണങ്ങളായിട്ടുള്ള 18 ടീമിലും കളിച്ച എല്ലാ കളിക്കാരെയും നമുക്ക് അവരുടെ കുടുംബാംഗങ്ങളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. കൃഷ്ണദാസ് സാറ് DD സ്ട്രക്ചേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മിസ്സുമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് വന്ന് അദ്ദേഹം ഒരു കളിയുടെ ടീം ഇൻട്രൊഡക്ഷനും അവാർഡ് ദാനമൊക്കെ കഴിഞ്ഞ് പോയതേ ഉള്ളൂ. അദ്ദേഹം കാണിക്കുന്ന ഈ താല്പര്യത്തെയും നമ്മൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഇതിലേക്ക് ISTയിൽ നിന്ന് വന്നിട്ടുള്ള മറ്റ് ഒഫീഷ്യൽസിനെ അവരെല്ലാം തന്നെ നേരത്തെ ഈ ലീഗിൻ്റെ ഓരോ ഫങ്ഷൻസിനായിട്ട് വന്നിട്ടുള്ളവരാണ്. അവരെയും വീണ്ടും നമുക്ക് ഈ ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാം.
ഇവിടെ വന്നിരിക്കുന്ന ഈ സംരംഭത്തിന് വിജയകരമായി പ്രവർത്തിക്കാൻ ഒത്തൊരുമയോടെ നിന്ന വിശ്വാസിൻ്റെ എല്ലാ ഭാരവാഹികളെയും, മുൻ ഭാരവാഹികളെയും, എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികളെയും, മുൻ എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികളെയും, ഇതര സംഘടനാ ഭാരവാഹികളെയും നമുക്ക് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് ചാൾസ് അമ്മയുടെ അദ്ദേഹം ഒന്ന് സ്ഥലത്തില്ല. അദ്ദേഹം ഔദ്യോഗിക ആവശ്യത്തിനായിട്ട് അദ്ദേഹം ബാംഗ്ലൂരിലാണ്. അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹത്തിനെ ക്ഷണിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ടാണ്. അദ്ദേഹം ഓൺ ബിഹാഫ് ഓഫ് Employees Union, congratulations to the organization committee chairman and to all those who helped to make this program success. പിന്നെ ഇന്നത്തെ കളിയുടെ ജേതാക്കളായ MME ടീമിനെ പ്രത്യേകിച്ച് അഭിനന്ദിച്ചുകൊള്ളട്ടെ. ഈ ടൂർണമെൻറ്റിന് തുടക്കം മുതൽ അവസാനം വരെ മഴയുടെ ഭീഷണി ഉണ്ടായിരുന്നു. കാലാവസ്ഥ മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്നും നാളെയും മറ്റന്നാളും കേരളത്തിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ റിപ്പോർട്ട്. അതിൽ നിന്നെല്ലാം രക്ഷിച്ച ജഗദീശ്വരന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Padma Vibhushan Dr. G. Madhavan Nair to inaugurate the closing ceremony of Viswas Cricket League 2022 Season 1 by lighting the lamp. I would like to request Sri Dr. G. Madhavan Nair sir to please deliver the presidential address. My dear friend Dr. V.K. Krishnamurthy, Registrar of IAST, Shri Krishna Kumar T.K., President of the Viswas, Shri Dr. Krishnadas, DD VSSC, Shri Shivakumar, other officials of VSSC, LPSC, IASU and IAST, and my dear friends, my dear colleagues and friends. It's indeed a great privilege to be invited to be here on this day for the final function or the closing function of the Cricket League of 2022 Season 1. In fact, I was fortunate to observe the play for the short while before ending. I think the energy which is shown by the team members is remarkable. I'm sure it would have been the same all through. And of course, I'm not a very big fan or an expert in the cricket field. Even the one-day cricket, I watch only perhaps the last 10 minutes.
not before that. But still, I think I can see the spirit in which the fighting is being done. I never knew that such talents existed within ISRO. We were all worried about pyrotechnics or mechanical devices or electronic devices and so on. But here you can see that excellent sportsman spirit has been shown, and with a lot of vigor, people have been, I'm sure they have been practicing for a long time. My congratulations to all the team members who have actively participated in this event. Well, of course, you know that when it's a very short event with 10 hours, etc., it's more of a chance, I would say that. Of course, still the skill is required. We were just watching a person scoring almost 24 runs in 1 over. I think probably, I think he should be selected for the All India team. So that's the kind of thing we must be targeting it. So I'm sure this kind of activities will lead you to much better placement in the national level as well. On a lighter side, perhaps if you give such a kick to PSLV, it will carry another 200 kg more. Okay. Well, I think I don't need any introduction, or you don't need any introduction about a Vikas team. And they have been doing wonders for last almost 4 decades, almost for the entire span of my career in ISRO. I have known them. Very active, very energetic. They try to bring out the talents in the people. They try to encourage the students of the children of the employees and so on. And that has been a very human service with the entire community, ISRO community here in Thiruvananthapuram. I'm really happy to see that now they have diversified themselves into the outdoor activities as well. This is a very good venture, and certainly these activities will boost the morale, the type of spirit and the type of energy levels of the people who are working in the organization. Keep it up, and God bless you to serve the ISRO for days to come. Of course, it's a continuous process of leadership change, etc. But still, I can see that the people here, the Trivandrum sets an example for almost all other ISRO centers as well. Perhaps Trivandrum would have been producing the largest number of chairmen also. So that shows that that we are really focused on anything what we do, whether it is rocketry or whether it is in the sports or arts or whatever it is. So certainly it's all because of the commitment and the devotion of the people. In the welcome speech there was a mention that a lot of benefits have come to ISRO team, etc. But I must admit, it is not because of a single man's effort. It is the hard work of all of you which has earned those benefits. Nothing short of that. In fact, I had to only take pictures and videos of what you people have done. Go to the Prime Minister Manmohan Ji at the time, and of course he was immediately convinced that this is something like an island in the ocean, and something needs to be done to nurture the ISRO community. And when we took that initiative, it has not only benefited us, it benefited Atomic Energy, it benefited the DRDO and so on. But all based on the excellence of the work what is being done in the organization. That is a hallmark that we should not lose. Times are changing, the technology is changing, the needs of the hour is changing. Today we are talking about the human space flight mission as our flagship project. A lot of new technologies are required to be there. Next what? Perhaps colonization of the Mars. These much bigger challenges. Almost every branch of science is going to be stretched to the limit to find solutions to the problems we are encountering when we are going to the Mars and trying to set up a colony. Dr. Krishnamurthy was just mentioning about how using some biotechnology, how the stronger than bricks can be produced locally. Perhaps a lot of new things has to come in.
So it's a synthesis of not one branch of technology, but it is a host of technology which gets into almost all branches of scientific knowledge, and more than that, innovations. You know, the principles are known for ages, but how you really sharpen it, how you bring it out as an efficient solution, and how you timely you produce that thing to meet the needs on a time bound manner. So that's the real challenge of the ISRO community. And ISRO is a fantastic organization. I loved working with it almost half a century, and perhaps well, I know the pulse of the people. They are all wanting to do something new, something challenging, something innovative, and something will be noticed by others. Keep up that spirit in all respects. God bless you to excel in whatever you undertake. Thank you. Thank you, sir. Now, I would like to request the Registrar IIST, Sri Dr. Y.V.N. Krishnamurthy, sir, to please deliver the facilitation address. Honorable Madhavan Nair Sahab, former Secretary, Department of Space and Chairman ISRO, Sri Krishna Kumar, President of Viswas, Shiv Kumar, Secretary Viswas, and Krishna Das, Deputy Director VSSC, and friends from VSSC, LPSC, IASU, IAST, and the sportsmen and the winners and runners-up and the teams here, and also the young children who are here, part of this function, and making it more togetherness. First, I should like to congratulate, because only this year, sir, I am introduced to Viswas by Shiv Kumar, because I am a newcomer to Trivandrum. And then it's an excellent teamwork which they did, a small number of team, but excellently done. One, in organizing. Secondly, also bringing people, even the elected representatives, excellent that I seen, they came, they wished, and they also given the trophy. So that is bringing people together. That's one of the best thing what Viswas is doing. One about ISRO and its culture, and also bringing together. Keep up the same spirit, and it's a great stretch which you made, because I all know that some of you are affected by COVID, recovered, but still with what all the constraints you have, you did your job to the best. Congratulations to you, all your team. And also there's a small window opening for all the players to practice. And also with that little practice, with the injuries too, they stretched themselves and then they won. In fact, the last match which I seen here is a quarterfinals where MME also won. Okay, and I was there with the man of the match. Today it didn't click for him, but it's fine. That's what Madhavan Nair Sahab also told, that in a matches of this nature, it all depends upon the chance, because you have only limited overs in which, but still it's fantastic bowling and your fielding. So to hit those runs is not that easy on this stuff. Kudos to all of you, and keep up the same spirit, not only work, but also in sportsmanship, in coming together. Only few points which I would like to mention, because I'm here. It's a great opportunity given by Viswas to me, as if I'm part of Viswas. Okay, so that is where I'm doing this. Madhavan Nair Sahab is a person of looking into self-reliance, indigenization, because these are two things he ensured, not only in ISRO, but other organizations which is in collaboration with ISRO. Sir, you may recall, we have at that time the constraints of imports, and Atomic Energy wanted the nuclear emergency response system. Online nuclear emergency response system was done and installed in Kalpakam in the shortest time. So wherever there's an indigenous tools, indigenous technologies, and everywhere, even if we had to import something, we had to do it indigenously by ourselves. And one of the best infrastructure, I'm telling you, for all the youngsters who must have joined recently, the type of building, the ambience what has been brought, including the flooring to washrooms to everything, across the country, all ISRO centers, is because of him. And then, see, one is technology going to the Chandrayaan, and also the decision making. Sir, you are very
humble in telling the teamwork, yes, but decision making. When we had to make the 32-meter antenna, either to import or get it done indigenously, he took a call, we'll do it in the country, and industry delivered. And that is the spirit in which where we could go to Chandrayaan and also find out the hydroxy molecules, where many people landed and came down, but they never got the inch of inferences of hydroxy molecules. See, that is the type of spirit in which he drove or made the people to, and also the decision on that day, heavy rain, PSLV launch, and you took a call, sir. See, that is the amount of risk what you take. You have everything but there is certain element of uncertainty. That is where the leader comes in, and that is what Madhavan Nair sir is. Sir, and also it's not only telemedicine, teleeducation, he started what is called village resource centers across the country. That means knowing information, plan for yourself. You're all aware we have Constitution has a third leg called 73rd Amendment and 74th Amendment. That means the villages can plan for themselves, panchayats can plan for themselves. For that, he facilitated in village resource centers across the country, but with voluntary organizations. So today also, many of the people inquire about you, your welfare, and that is the type of impression you have created across the country and also the world. Sir, you are in Jerusalem for the International Astronautical Congress. There, Buzz Aldrin, the second guy who landed on the moon, tells, without ISRO, we cannot make habitation on Mars. So that's the only cost-effective way of doing things is only known from ISRO. So there is a man who is here in front of you. Why I'm telling all this is for youngsters like you. The last stretch what you made, the ninth over in the in the first innings, and the second innings, the last over, how you guys did that stretch, taking risk and placements, everything. Game is game, but also in the work, the way the spirit is taken, that's where you'll look for such things. And also, sir, the press, the administration, though we all work, but what benefits also should go to the employees. You are the first person you have seen that we all will have press, and that made a lot of difference. And also on your farewell, I told that I also could buy an apartment because EMI is matching with my press. That's where I took the risk of buying a house. So I have no hesitation in reiterating that. So he is the person who behind and made all of us very comfortable while discussion, and I worked with him closely in headquarters too. And also, you're all aware, our ISRO is not related to what we can think and what we can do. We're all doing based on the user requirement, the country's requirement. In fact, it is regime with our Indian Institute of Astronautics. We did a conference in Delhi, getting all the ministries, including all the ministers, the defense, the vision for next 25 years, what it should be, the vision document has written. So whatever you're seeing now, the returns are written at the time when he was the chairman of ISRO. So that is his vision in taking people together and bringing together. So his presence today for our final this thing, and then giving you all the awards today, and such a decorated person, humble, simple, and sir, you are the person who created IAST here in Trivandrum. And your vision, one part is getting colleagues to the alumni to get into ISRO, more than 1,000 people got, but the way you have institution has been held here, because my presence here, I observed, our students are going into Caltech and they are the best globally, and they are getting Abdul Kalam gold medal. And now Inspire Sat, one satellite has been launched, sir. So for generations together, you have sown the seeds, which is going to cherish, and the people across the country are motivated to come here and join in IAST and flourish. So thank you very much, sir, for this opportunity from Viswas Group, and also for being with you, sir, for today after a long time. And to all of you, that's a great salute for the great leader. Thank you once again. I wish many of you will become like that. Thank you. Thank you, sir. Next, I request to deliver the facilitation address. ഏറെ ആരാധനായ ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ ജി മാധവൻ നായർ, ഫോർമർ സെക്രട്ടറി US, ചെയർമാൻ ISRO, പ്രസിഡന്റ് വിശ്വാസ് ശ്രീ കൃഷ്ണകുമാർ TK, രജിസ്ട്രാർ IAST YVN
കൃഷ്ണമൂർത്തി സാർ, ജനറൽ സെക്രട്ടറി വിശ്വാസ് ശ്രീ ശിവകുമാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആദ്യമായി വിശ്വാസ് സംഘടിപ്പിച്ച ഈ വിശ്വാസ് ക്രിക്കറ്റ് ലീഗിൽ എന്നെ കൂടി ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി ആദ്യമേ അറിയിക്കട്ടെ. വിശ്വാസ് ഇതിനു മുമ്പും പല സാംസ്കാരിക കായിക മത്സരങ്ങൾ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിശ്വാസ് ക്രിക്കറ്റ് ലീഗും ഗംഭീര വിജയമാക്കി തീർത്ത നിങ്ങൾ ഓരോരുത്തർക്കും ആർദ്രമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you. Next is the most awaited moment of prize distribution. I request Sri Dr. G. Madhavan Nair sir to give away the mementos and awards to winners. First, VCL match official umpires, Sri Tahir A. Vishak V.S. Sri Shyam Raj. Sri Farzan A. Sri Jihad. Next, VCL official commentators, Sri Suresh SL. Sri Inayatullah Ansari. Sri Atulesh Goswami. Next, VCL Final Man of the Match Award, Sri Shivapramod of MME Marvels. He secured 29 runs from 12 goals, 4 sixes and his strike rate 241.67. Next award, VCL Best Batter of the Tournament, Sri Ranjit MC of Team Instep. 4 innings, 108 runs, 9 sixes and 8 fours, 1 half century. Next, VCL Best Bowler of the Tournament, Sri Ajish MS of MME Marvels. 4 innings, 8 wickets and economy 4.38.
Next, the Fair Play Award. The Spirit of the Cricket goes to IISU Launchers. Next, runner-up of VCL 2022, ASOE Pyros. The captain and team members may please come forward. Next, I'm most thrilled to announce the champions of VCL 2022 Season 1, Team MME Marvels. Captain and team members, please come forward to collect the cash award and trophy.
അങ്ങനെ ഇവിടെയാണ് ഓപ്പറേറ്റ് ചെയ്തത്. ചേട്ടാ ചേട്ടാ ഇങ്ങോട്ട് മാറുക. Congratulations to you all. The man behind the Nirmadalam project, Sri Sunil KS, who is a physics teacher from Palakkad. He has done many researches and works regarding this project since 2010. The Nirmadalam project mainly emphasizes in water conservation and domestic liquid waste management. So far, 1,000 plants has already been planted by him at various places as part of this project. Now, I humbly request Sri Dr. G. Madhavan Nair sir and Sri Dr. Y.D.N. Krishnamurthy sir to plant a sapling as part of this Nirmadalam project. സൈഡിലോട്ടിരിക്കാവും സാർ. അതേപോലെ തന്നെ നമുക്ക് ഈ ഗാർഹിക ദ്രവമാലിന്യങ്ങൾ ലിക്വിഡ് വേസ്റ്റ് ഉണ്ട്, നമ്മളിപ്പോൾ കറിയുടെ വേസ്റ്റ് അങ്ങനെയൊക്കെ പാത്രമൊക്കെ കഴുകി കിട്ടുന്ന വെള്ളം അരച്ച് കഴുകിയ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ അത് ഒരു ബയോഫെർട്ടിലൈസറായിട്ട് മാറി ഏറ്റവും ഇടുക്കിയ വളർച്ച ഏകദേശം 1000-ഓളം മരങ്ങൾ ഞാൻ ചെയ്തു. ടീച്ചേഴ്സ് പ്രോജക്റ്റിൽ എനിക്ക് സ്റ്റേറ്റിൽ ഇതിന് 2ാം സ്ഥാനം കിട്ടി 2018 ദക്ഷിണേന്ത്യൻ സയൻസ് ഫെയറിൽ ടീച്ചേഴ്സിൻ്റെ തന്നെ കോമ്പറ്റീഷനിൽ സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാറപ്പോൾ ഒരാൾ ഇത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ചെയ്യാൻ എന്നോട് പറഞ്ഞപ്പോൾ വലിയൊരു പ്രിവിലേജാണ്. വളരെ ഡ്രൈ ക്ലൈമറ്റിൽ അതെ, അത് മാത്രമല്ല ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സംഗതിയിലും അത് വളരെ ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് കൂടുതൽ എണ്ണം ചെയ്തത് ഈ സെൻട്രൽ ജയിലിലാണ്. അപ്പോൾ അവിടെ അത് ഈ ജയിൽ പുള്ളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു പ്രൈസ് കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളികൾക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള അവരുടെ ഇത് കൂട്ടുമ്പോൾ അവരുടെ ഒരു മാനസികമായ ഒരു മാറ്റം ഉണ്ടാവാം എന്ന് പറയുന്നൊരു ഇത് വെച്ചിട്ടാണ് അത് കിട്ടിയെന്ന് തോന്നുന്നത്.
പിന്നെ ഞാൻ ചെയ്തത്, ഞാനൊരു സ്കൂളിൽ ഫിസിക്സ് ടീച്ചറാണ്. ഞാൻ സ്കൂളിൽ ഫിസിക്സ് ടീച്ചറാണ്. അപ്പോൾ അവിടെ 10th എനിക്ക് അവിടെ HM ചാർജ് ഉണ്ടായിരുന്നൊരു വർഷം അവിടെ 70 കുട്ടികളുണ്ടായിരുന്നു. ആ 70 കുട്ടികൾക്കും അവരുടെ വീടുകളിൽ ഞാൻ ഈ സ്ട്രക്ചർ കൊണ്ടുപോയി ഞാൻ തന്നെ ചെയ്തു. ഇപ്പോൾ ആ കുട്ടികളൊക്കെ അത് കഴിഞ്ഞ് 5-6 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അവരെന്നെ വിളിക്കുന്ന ഒരു ഫിസിക്സ് അധ്യാപകൻ എന്നുള്ള രൂപത്തിലല്ല. കാരണം എൻ്റെ വീട്ടിൽ മാവ് പൂത്തു, അല്ലെങ്കിൽ മാമ്പഴം ഉണ്ടായി, അല്ലെങ്കിൽ ചക്കയിൽ ഇതുണ്ടായി എന്ന് നടത്താം. അപ്പോൾ അത് പിന്നെ ആ കുട്ടികൾ തമ്മിലുള്ളൊരു കണക്ഷന് വേണ്ടിയിട്ടുള്ള അവരൊരേ ബാച്ചിലുള്ള ആളുകൾ തമ്മിൽ കണക്റ്റഡ് ആവുന്നതിനുള്ളൊരു കാരണം കൂടിയാണ്. ഇപ്പോൾ ശിവൻ എന്നെ വിളിച്ചത് ഞങ്ങൾ ഒരുമിച്ച് ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചു എന്നുള്ളതാണ്. അതേപോലെ ഈ വർഷം 100 കുട്ടികളുടെ വീടുകളിൽ ചെയ്യുന്നുണ്ട്. ശിവൻ വിശ്വാസം ഏറ്റെടുത്ത് ചെയ്യാമെന്നുള്ള ഒരു ഓഫർ എന്നോട് പറഞ്ഞിരുന്നു. അതായത് സന്തോഷമുള്ള കുറച്ച് മണ്ണ് സാർ അതിലിട്ട്, അതിപ്പോൾ എന്താ വെച്ചാൽ വലിയൊരു പ്ലാന്റ് ആയതുകൊണ്ട് സാറിന് എടുത്ത് വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങളത് എടുത്ത് വെച്ചു. സാർ കുറച്ച് മണ്ണ് അതിലേക്ക് എടുത്തിട്ടാൽ മതി. അതോ അല്ലെങ്കിൽ കൈക്കോട്ട് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നീക്കിയാലും മതി. ഇത് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വിയറ്റ്നാമാണ് അതിൻ്റെ ബേസ്. പിന്നെ അതിന് ഉണ്ടായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. അപ്പോൾ അത് എല്ലാ സീസണിലും ചക്ക ഉണ്ടാവും ചെയ്യും, കൂടുതലുണ്ടാവും. പിന്നെ നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതൊക്കെയാണല്ലോ പെട്ടെന്ന് കിട്ടണം, പിന്നെ എപ്പോഴും കിട്ടണം എന്നൊക്കെ ഉള്ളതല്ല. ചാക്കിലാണ് വെച്ചിരിക്കുന്നത്. അത് ശരി. അത് ശരി. കായ ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാലേ അത് വെക്കുമ്പോൾ ഇതിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 2x2x2 എന്നുള്ള കുഴി എടുത്തിട്ട് അതിനുള്ളിൽ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ചാണകപ്പൊടി കൊണ്ടുവന്നില്ല, ഒരു 8 കിലോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. നല്ലൊരു ഭാരം കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതും ഇവിടുത്തെ മണ്ണും പിന്നെ കുറച്ച് ഈ കരിയിലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സാധനം അതിന് അടിയിലിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു ഇതിന് എന്തായാലും ഒരു ട്രീ ഗാർഡ് വെക്കണം. കാരണം ഇവിടെ കളക്കണ ആൾക്കാരോട് പറഞ്ഞു ഇവിടെ പശു ഇതൊക്കെ വരുന്നുണ്ട്, ഇത് ഒരു ദിവസം നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും നോക്കണം എന്ന് പറഞ്ഞു. സാറ് നല്ലൊരു കാര്യമാണ് അല്ലേ, ഇത് ഇത്രയും വലിയൊരു നല്ലൊരു സംരംഭത്തിൻ്റെ ഒരു മെമ്മറി ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കും, ഈ കുഴലിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഞാനത് പിടിക്കാം, സാറൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കിയാൽ മതി. അതിൻ്റെ ചോട്ടിലേക്ക് ഈ കുഴലിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. സാറൊന്ന് അതിൽ പിടിച്ചാൽ ഇതിൽ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഒരു 4 ബക്കറ്റ് വെള്ളം ഒഴിച്ചാലും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതെങ്ങനെയാ? അല്ല, ഇതിനടിയിൽ ഇത്ര പോകുന്ന പൈപ്പാണ്. അതിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിങ്ങനെ വിരിച്ച് പ്ലാസ്റ്റിക്കിനെ വിരിച്ചിങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ 4 ലിറ്ററിൻ്റെ പെയിൻറ്റിനുണ്ട്, അപ്പെക്സിൻ്റെ പെയിൻറ്റിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് അതിനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വലിയ ഇഷ്ടിക പൊട്ടുകൾ, ഇഷ്ടിക ഒരു 8 കഷ്ണക്കാക്കുക, അങ്ങനത്തെ തീരെ ചെറുത് പാടില്ല. തീരെ ചെറുത് വിട്ട് കഴിഞ്ഞാൽ മണ്ണായി പോവുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഗ്യാപ്പുകൾ എപ്പോഴും ഉണ്ടാവും. അതിനിടയിൽ ഒരു 4 ചകിരിത്തൊണ്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ആ സ്ട്രക്ചർ അങ്ങനെ നിൽക്കും. ആ സ്ട്രക്ചർ ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞാലും ഇങ്ങനെ അമർത്തി പോകുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ചെയ്തത് ഒരു 10-12 വർഷമായി. ഇപ്പോഴും നമുക്കത് കൂടെ വെള്ളം ഒഴിക്കാം. അപ്പോൾ അതിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇത് ഇടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകിയ വെള്ളം, മീൻ കഴുകിയ വെള്ളമൊക്കെ ഒഴിക്കാം. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും പ്ലാന്റ് ചീഞ്ഞു പോകുന്നില്ല. ഈ പ്ലാന്റിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 1-1.25 അടി മാറിയിട്ടാണ് അത് ഈ സ്ട്രക്ചർ ഇതാക്കുന്നത്. എന്നൊരു സാറിനോട് അത് പറയാൻ പറ്റിയതിൽ വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഞാൻ സത്യം പറഞ്ഞ ഡയറ്റിൽ ഞാൻ സംസാരിച്ചില്ല. ഒരു തമാശ പറയാൻ പാടുമെന്ന് അറിയില്ലല്ലോ. ഞാൻ വിചാരിച്ചു കൊല്ലക്കുടിയിലാണ് ഞാൻ സൂചി വെച്ചത്. ഞാൻ ടെക്നോളജിയെ പറ്റി സംസാരിക്കുന്നത് അതിനോട് തുടക്കാവട്ടെ. താങ്ക് യു സാർ. നമ്മൾ വിജയപ്പന്ത് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. നമ്മളിങ്ങനെ തമിഴ്നാട് ഒരു പരിപാടിയാണ്, നാടോടിയാണ്.
അത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടേ ചാണകമൊക്കെ ഉണ്ടാക്കി ഉണക്കിയിട്ട് അതിന് നമ്മൾ എറിഞ്ഞു കൊടുക്കും ഓണ വഴിക്ക്. അത് നമ്മൾ ഈ ടൂർ പോകുന്ന ആൾക്കാരുണ്ട്, ട്രാവലിംഗ് പോകുന്ന ഹിമാലയൻ ടൂർ കൊടുത്തു വിടും നമ്മൾ. അതിന് പോകുന്ന വഴിക്കായിരുന്നു നമ്മൾ കൊടുത്തു വിടാം. എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം. ജനറൽ സെക്രട്ടറി വിശ്വാസ് എന്നുള്ള നിലയ്ക്കാണ് ഞാനിന്നിങ്ങനെ ഇവിടെ നിൽക്കാനും നമ്മുടെ മാധവൻ നായർ സാറിനെ പോലുള്ള ഒരു വലിയ വ്യക്തിയുടെ കൂടെ ഈ വേദി അലങ്കരിക്കാനും എനിക്കൊരു സൗഭാഗ്യമുണ്ട്. അതിന് ഞാൻ സർവേശ്വരനോട് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഈ സംരംഭം ദിസ് ഈസ് നോട്ട് മൈ ബേബി, ദിസ് ഈസ് നോട്ട് മൈ മൈ ഇൻവെൻഷൻ. കാരണം ഇത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് നിർത്താം, കാരണം സാർ ഒരുപാട് നേരമായി. കാരണം വികാസിൻ്റെ ഒരു ഫുട്ബോൾ നടക്കുന്നുണ്ടായിരുന്നു ടർഫിൽ. അന്ന് രാത്രി അത് കഴിഞ്ഞ് പിരിയുമ്പോൾ വിശ്വാസിൻ്റെ ട്രഷററും ഇപ്പോഴത്തെ വിശ്വാസ് ക്രിക്കറ്റ് ലീഗ് 2022 സീസൺ 1 ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ രാജശേഖരൻ എന്നോടൊരു ആവശ്യം ഉന്നയിച്ചു, നമുക്കൊരു ക്രിക്കറ്റ് മാച്ച് നടത്തണം. കാരണം പോസ്റ്റ് കോവിഡ് സിനാരിയോ ആണ് ഇപ്പോൾ. കാരണം കോവിഡ് നമ്മളെ വല്ലാതെ ബാധിച്ചു. കാരണം ഞാൻ തന്നെ 2 തവണ കോവിഡ് ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിൻ്റേതായുള്ള ശാരീരികമായ അവശതകൾ എനിക്കിപ്പോഴും ഉണ്ട്. പിന്നെ രാജശേഖരൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, അണ്ണാ വേണ്ട, കാരണം നമുക്കൊണ്ട് നടത്താൻ സാധിക്കത്തില്ല. കാരണം നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് ഒരുപാട് പ്രോബ്ലം ഉള്ള ആളാണ്, ഹെൽത്ത് പ്രോബ്ലം. അപ്പോൾ എനിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ട എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞില്ല, നമുക്ക് നടത്താം, അത് നടക്കും എന്ന് പറയുണ്ടായി. പിന്നെ ഞാൻ എൻ്റെ ബഹുമാന്യ പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ സാറിനോട് അതിനെപ്പറ്റി പറയുകയും അദ്ദേഹം പറഞ്ഞു ഗോ ഹെഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാനത് അതിജീവിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്താണെന്നറിയില്ല, ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു സാർ. ഐ ഡോണ്ട് നോ വൈ ദീസ് പീപ്പിൾ ആർ എഗെയിൻസ്റ്റ് മീ, ഐ ഡോണ്ട് നോ. ഒരുപാട് എതിർപ്പുകൾ നമ്മുടെ ഓഫീസിനകത്തും പുറത്തും. ഞാൻ ഈ 1.5 മാസത്തോളമായി ഞാൻ അനുഭവിക്കാത്ത പ്രശ്നങ്ങളില്ല. പക്ഷെ അതിനെല്ലാം തരണം ചെയ്യാൻ എന്നെ സഹായിച്ച ഒരു മാനേജ്മെൻറ്റാണ് ഇവിടെ ഉണ്ടായത്. കാരണം ബഹുമാന്യനായ നമ്മുടെ ഡയറക്ടർ VSSC നമ്മുടെ ഉണ്ണീഷ സാർ, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാൻ ISRO സോമനാഥ് സാർ, ഇവരെല്ലാം ഞാൻ പോയി കാണുകയും അവരോടെല്ലാം അവരുടെ സമ്മതം വാങ്ങിയാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ 26-ാം തീയതിയും 5-ാം തീയതിയുമായി നടത്താനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പെട്ടെന്ന് 26-ാം തീയതി ഹോളിഡേ വന്നിട്ട് വർക്കിംഗ് ഡേ ആക്കി മാറ്റുകയുണ്ടായി. അങ്ങനെ ഈ ടർഫിൻ്റെ ഓണർ ബന്ധപ്പെടുകയും ഈ ടർഫിൻ്റെ ഓണർ നമുക്ക് ചെയ്തിരുന്ന സഹായങ്ങൾക്കൊന്നും അദ്ദേഹത്തിനോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം നമ്മൾ വിളിക്കുമ്പോൾ എന്താ ബായി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും എന്താ സാറേ വേണ്ടെന്ന് ചോദിക്കും. ഞാൻ പറയും എനിക്ക് എത്ര മണിക്കൂർ വേണം ടർഫ്. അദ്ദേഹം ഇവരുടെ എല്ലാം ഓൺലൈൻ ബുക്കിങ്ങാണ്, കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്ത് നമുക്ക് തരുമായിരുന്നു. പക്ഷെ അത് അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം നമ്മളിട്ട് ഒരു ബന്ധവുമില്ല അദ്ദേഹത്തിന് തന്നെ. ഞാൻ ഈ ടർഫായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻ മാത്രമേ എനിക്ക് അദ്ദേഹം ഉള്ളൂ. അത് അതേപോലെ ഉണ്ട്. ഹീസ് ഹിയർ ഐ തിങ്ക്. എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം എന്ത് അറ്റാച്ച്മെൻറ്റാണ് ഞാനായിട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത്രയും സഹായിച്ചത് ആ മനുഷ്യൻ. അതോടൊപ്പം തന്നെ ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ 2 കുട്ടികളുണ്ടായിരുന്നു. ഒന്ന് മിസ്റ്റർ ജയകൃഷ്ണൻ ആൻഡ് ഒന്ന് മിസ്റ്റർ വിഷ്ണു. 2 പേരും ഇത് ഈ ലെവലിൽ നടത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട കുട്ടികൾ. അതോടൊപ്പം തന്നെ നമ്മുടെ വികാസിൻ്റെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ റെജി, അദ്ദേഹമാണ് ഈ ഫുൾ പരിപാടി. ഞാൻ ഈ വേറെ ചില പരിപാടികളായിട്ട് ഓടി നടന്നു, സ്പോൺസറെ കണ്ടു, പൈസ മേടിച്ചു, അതെല്ലാം ഞാൻ ചെയ്തിരുന്നു, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ അല്ല, ഇത് മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരുപാട് സഹായങ്ങൾ വേണമായിരുന്നു പല സ്ഥലത്തു നിന്നും. കാരണം എനിക്ക് ഓടിയെത്തൂല. ഞാൻ എൻ്റെ വണ്ടി എടുത്ത് ഓട്ടം തന്നെയായിരുന്നു, രാപ്പകലില്ലാതെ. ഞാൻ രാത്രി 12 മണി 1 മണി എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ ഓരോ സ്പോൺസേഴ്സിനെ കാണുമായിരുന്നു. അതിൽ എൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയൊരു സ്പോൺസർ ഉണ്ടായിരുന്നു, PN രാജൻ, PNR കൺസ്ട്രക്ഷൻ, പിന്നെ ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അദ്ദേഹം പറഞ്ഞു യു ഡോണ്ട് വറി, ഐ വിൽ സ്പോൺസർ. Then Bima also came in the picture. Bima last they withdrawn
ബിക്കോസ് ദേ ഹാവ് നോ ഫണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, അത് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഒരുപാട് കലാകാരന്മാർക്ക് വേദി കൊടുത്തൊരു പ്രസ്ഥാനമാണത് ഈ വിശ്വാസ്. അത് ഓൾറെഡി അവർ പ്രസിഡന്റ് ഓൾറെഡി അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതല്ല, എനിക്ക് മുതുകാട് സാർ ഇവിടെ SBFന്റെ പരിപാടിക്ക് വന്നിരുന്നു. അദ്ദേഹം വന്ന് സ്റ്റേജിൽ വെച്ച് പറയുകയുണ്ടായി, ഈ വിശ്വാസ്, വികാസ് എന്നീ സംഘടനകളിലൂടെയാണ് അദ്ദേഹം വളർന്നതെന്ന്. അത് എനിക്ക് വലിയൊരു എന്താ പറയുക, ഞാനത് അറിഞ്ഞിരുന്നില്ല. പക്ഷേ അത് ഒരു വല്ലാത്തൊരു ഇൻഫർമേഷൻ ആയിരുന്നു. അത് ഒരു പോസിറ്റീവ് എനർജി. അത് സാറിൻ്റെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ കിട്ടുന്ന മാതിരി ഒരു സാധനം. അത് എവിടുന്ന് വരുന്നു നമുക്കറിയില്ല. അത് എന്താ പറയുക, അതൊരു ദൈവികമായിട്ടുള്ള കാര്യമായിരിക്കാം. ഞാനൊന്ന് ഒരുപാട് നിർദ്ദിപ്പിക്കുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. ഞാൻ എല്ലാ എതിർപ്പുകളെയും തൃണവൽക്കരിച്ച് മുന്നോട്ട് പോയി. കാരണം എൻ്റെ കുറച്ച് കുട്ടികൾ എന്നെ അഹോരാത്രം സപ്പോർട്ട് ചെയ്തു, രാപ്പകലില്ലാതെ. രാത്രി 12 മണി 1 മണിക്കൊക്കെ അവരെന്നെ വിളിക്കുമായിരുന്നു, സാറ് പേടിക്കണ്ട, ഇത് നമ്മൾ നടത്തിയെടുക്കും. പക്ഷേ ഇപ്പം ഞാനൊരു വലിയ എന്താ പറയുക, നമ്മൾ കുറേ കാര്യങ്ങൾ നടത്തിയെടുക്കുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു അവസ്ഥയിലാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ ഞാനിതിപ്പോൾ ഇത്രയും കളർഫുള്ളായി ഇത് നടക്കുന്നത് ഞാനും പ്രതീക്ഷിച്ചില്ല. പൈസയുടെ പ്രശ്നങ്ങൾ, ഫണ്ട്, അത് ഇത്, എതിർപ്പുകൾ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ എനിക്ക് പറയാനുള്ളത്, മുതുകാട് സാറ് അദ്ദേഹത്തിൻ്റെ എല്ലാമായ മാജിക് ഉപേക്ഷിച്ചു. അതെന്താ വെച്ചാൽ അയാൾക്കൊരു മാനസാന്തരം വന്നു. ഈ മറ്റേ ബുദ്ധനും മറ്റേ ശങ്കരാചാര്യർക്കും എല്ലാം സംഭവിച്ച പോലെ നമ്മളും മാനസാന്തരപ്പെടണം. നമ്മളെന്തിനാണ് ഇങ്ങനെ വ്യഗ്രത കാണിക്കുന്നത്? നമ്മൾ നന്നാവണം, നല്ല മനസ്സിന് ഉടമയാവണം. നല്ല ചെയ്താൽ നല്ലത് വരും. പൂ വെതറിയ പൂ വരും, കല്ല് വെതറിയ കല്ലേ വരൂ. അത് പ്രകൃതി നിയമമാണ്. അതായത് ഫിസിക്സാണ് ഞാൻ പഠിച്ചത്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് പഠിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇത് കൂടെ തീർപ്പിക്കുന്നില്ല. ഇപ്പോൾ നമ്മളുടെ ഈ സമാപന സമ്മേളനത്തിന് നമ്മുടെ മുഖ്യ അതിഥി വന്ന മാധവൻ നായർ സാറിന് ഞാൻ എൻ്റെ പേരിലും വിശ്വാസ് ആർട്സിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും അഗൈതവുമായ കടപ്പാട് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ YVN കൃഷ്ണമൂർത്തി, രജിസ്ട്രാർ IAST, ഫോർമർ സയൻറ്റിഫിക് സെക്രട്ടറി ISRO ആൻഡ് ഫോർമർ ഡയറക്ടർ NRC. I thank you, sir. Thank you very much for attending this function. Then നമ്മുടെ ഗോമേഷ് ഉണ്ടായിരുന്നു, വിശ്വാസ് ഫിലിമിൻ്റെ ജനറൽ സെക്രട്ടറി. പിന്നെ വിശ്വാസ് ഫിലിമിൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ ശിവകുമാർ. ദെൻ NG റജി, വികാസിൻ്റെ ജനറൽ സെക്രട്ടറി. ദെൻ മിസ്റ്റർ തോമസ്, വികാസിൻ്റെ പ്രസിഡന്റ്. എല്ലാവരോടും എൻ്റെ സീമാതീതമായ കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുന്നു. പോരാതെ ഔപചാരികതയ്ക്ക് വേണ്ടി എൻ്റെ പ്രസിഡന്റ് കൃഷ്ണകുമാർ സാറിനോടും എൻ്റെ കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ സംഭവം ഇങ്ങനെ എന്താ പറയുക, ഒരു IPL ഫോർമാറ്റിലോട്ട് വളർത്താൻ എന്നെ സഹായിച്ച ഐ ആം ഓൺലി ആൻ ഇൻസ്ട്രുമെൻറ്റ്. എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തികൾ, എനിക്ക് പേരെടുത്ത് ഞാൻ പറയുന്നില്ല, കാരണം ആരെങ്കിലും വിട്ടുപോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ അവസരത്തിൽ സ്മരിക്കുന്നു. അവരെല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. പോരാത്തതിന് ഈ നമ്മുടെ ഈ സംഭവം നടത്താൻ വേണ്ടി നമുക്കൊരു വാഹനവും ഫോട്ടോഗ്രാഫിക് കവറേജും എല്ലാം അപ്രൂവ് ചെയ്ത് തന്ന VSSC മാനേജ്മെൻറ്റിനോടും എൻ്റെ സീമാതീതമായ കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇവിടെ നമുക്ക് വേണ്ട ശബ്ദവും വെളിച്ചവും എല്ലാ സംവിധാനങ്ങളും തന്ന നമ്മുടെ ഇവിടെ അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്നിവിടെ ഒരു മ്യൂസിക് ബാൻഡ് നടത്തിയുണ്ടായി. നമ്മുടെ കുട്ടികളെ തന്നെയാണ്, റോക്കറ്റ് ബാൻഡ് എന്നാണ് അവരുടെ പേര്. നമ്മുടെ VSSC ആണ്. പക്ഷെ അത് കിഷോർ, ദെൻ എല്ലാവരും അതിൽ പങ്കെടുത്ത എല്ലാവരും പേഴ്സണലി പേര് മറന്നു പോകുന്നു. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ടൂർണമെൻറ്റിൽ ഇവിടെ ഒരു പയ്യനുണ്ട്, നമ്മുടെ എന്താ പേര്, സൂര്യ. അവൻ്റെ ഏത് നേരവും നമ്മളിവിടെ വന്ന് നമ്മൾ ബാനർ കെട്ടുമ്പോഴെല്ലാം നമ്മുടെ കൂടെ എന്താ പറയാതെ നമുക്ക് പറയാൻ പറ്റില്ല. അത് അവൻ ഹിസ് കോൺട്രിബ്യൂഷൻ, ഈ അണ്ണാറക്കണ്ണനും തന്നാലായതെന്നൊക്കെ പറയില്ലേ, അതുപോലെ രാപ്പകലില്ലാതെ പയ്യൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പയ്യനെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ടർഫ് ആൾറെഡി ടോൾഡ്. ഓക്കെ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇതിങ്ങനെയൊക്കെ വന്ന് ഭവിക്കാനിടയാക്കിയ സർവേശ്വരനോടും ഞാൻ നിങ്ങളെല്ലാവരുടെയും പേരിലും എൻ്റെ പേരിലും ഒരു സീമാതീതമായ കടപ്പാട് രേഖപ്പെടുത്തുന്നു. എല്ലാവരോടും നന്ദി. നല്ല നമസ്കാരം. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. God bless you. Jai Hind. Thank you, sir. Let's wind up this beautiful event with the national anthem.